എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് വർക്ക്ഷീറ്റാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി ചെയ്യാനുള്ളത് കുട്ടപ്പൻ്റെ നെൽവയൽ, പാഡി ഫീൽഡ്, കമ്പും ചതുരവും, സ്റ്റിക്ക് ആൻഡ് റെക്റ്റാങ്കിൾസ്, ലെറ്റ്സ് ഫൈൻഡ് പെരിമീറ്റർ, ചുറ്റളവ് കണ്ടെത്താം. ഈ 3 ആക്ടിവിറ്റീസാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. കുട്ടപ്പൻ്റെ നെൽവയൽ. ഇവിടെ ഒരു ചതുരാകൃതിയിലുള്ള നെൽവയൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് 80 മീറ്റർ എന്നും മറുഭാഗത്ത് 50 മീറ്റർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങൾ എന്തായിരിക്കും? അതേ അളവിൽ തന്നെ ഉള്ളതായിരിക്കും. താഴെയുള്ള വശം 80 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ മുകളിലത്തെ വശം 80 മീറ്റർ ആയിരിക്കും. സൈഡിലുള്ളത് നമുക്ക് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വശം 50 മീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ആകെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ഈ 80 + 50 + 80 + 50 എന്നുള്ളത് ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത് 260 മീറ്ററാണ്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ആകെ അളവ് എന്ന് പറയുന്നത് 260 മീറ്ററാണ്. പാഡി ഫീൽഡ്. കുട്ടപ്പൻ ഹാസ് എ റെക്ടാങ്കുലർ പാഡി ഫീൽഡ്. ഈച്ച് ഡേ ഹി walks around the field and inspect it. How many meters does he walk in one trip around? വൺ സൈഡ് നെൽവയലിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് 80ഉം തൊട്ട് ഇപ്പുറമുള്ള വശം, അതായത് തൊട്ട് സൈഡിലുള്ള വശം 50 മീറ്ററുമാണ്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 80 മീറ്റർ താഴെയാണെങ്കിൽ മുകളിലും 80 മീറ്റർ ആയിരിക്കും. സൈഡിൽ 50 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലും 50 മീറ്റർ തന്നെയായിരിക്കും. അതായത് ഒരു ചതുരത്തിൻ്റെ ഇരുവശങ്ങളും തുല്യമായിരിക്കും. അതാണ് അങ്ങനെ നമ്മൾ ഈ 4 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 260 മീറ്ററാണ്. അപ്പോൾ ആ കർഷകൻ ആ നെൽവയലിന് ചുറ്റും നടന്നത് 260 മീറ്റർ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കമ്പും ചതുരവും എന്നുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെ 3 കമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 6 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 5 സെൻറ്റിമീറ്റർ, ഒരെണ്ണം 10 സെൻറ്റിമീറ്റർ. ചതുരം ഉണ്ടാക്കാൻ എത്ര കമ്പുകളാണ് വേണ്ടത്? 4 കമ്പുകൾ വേണം അല്ലേ? അവയിൽ 2 എണ്ണം ഒരേ അളവുകൾ ഉള്ളതായിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. കമ്പുകൾ ഉപയോഗിച്ച് ബഷീർ ഉണ്ടാക്കിയ ചതുരം നോക്കൂ. അതായത് ബഷീർ ഉണ്ടാക്കിയ ചതുരത്തിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മറുവശം എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ വശം 6 സെൻറ്റിമീറ്റർ ആണ്. തൊട്ട് നേരെയുള്ള വശവും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. 2 അളവുകൾ ഒരേപോലെ ഉള്ളതായിരിക്കും അല്ലേ? 10ഉം 10ഉം 6ഉം 6ഉം. അപ്പോൾ നമുക്ക് ഈ 4 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10 + 6 + 10 + 6 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 4 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 32 ആണ്. അപ്പോൾ ബഷീർ ഉണ്ടാക്കിയ ചതുരത്തിലെ 4 കമ്പിൻ്റെയും ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 32 സെൻറ്റിമീറ്റർ ആണ്. വിലങ്ങനെയും കുത്തനെയുമുള്ള വശങ്ങളുടെ അളവുകൾ തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഗുണിച്ചതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതായത് ആശ 10 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പുകൾ ഉപയോഗിച്ചാണ് സമചതുരം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചുറ്റളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സമചതുരത്തിന് 4 വശങ്ങളാണുള്ളത്. അപ്പോൾ ഈ 10 4 എഴുതി കൂട്ടിയാലും അതേപോലെ തന്നെ 10നെ 4 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്നത് ഒരേ ഉത്തരമാണ്, 40. അപ്പോൾ ആകെ ചുറ്റളവ്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൽ ആശ ഉണ്ടാക്കിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് ഇവിടെ എഴുതേണ്ടത് 40 സെൻറ്റിമീറ്റർ ആണ്. സ്റ്റിക്സ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഇവിടെ കുറേ സ്റ്റിക്സിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കിൻ്റെ സെൻറ്റിമീറ്റർ 6 ആണ്, മറ്റേതിൻ്റെ 5 സെൻറ്റിമീറ്റർ ആണ്, ഒരെണ്ണം 10 സെൻറ്റിമീറ്റർ ആണ്. We need 4 sticks to make rectangles. There must be 2 pairs of same length. Look at the branches of sticks. How do we make rectangles with these? See the rectangles Bashir made. ബഷീർ ഉണ്ടാക്കിയ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 10 സെൻറ്റിമീറ്ററും മറുവശത്ത് 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 10 + 6 + 10 + 6 = 32 സെൻറ്റിമീറ്റർ. 32 സെൻറ്റിമീറ്റർ ആണ് ബഷീർ ഉണ്ടാക്കിയ റെക്റ്റാങ്കിളിൻ്റെ അളവ്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ്
twice the sum of one pair of horizontal and vertical sides. Perimeter of a square. Asha made a square with sticks of length 10 cm. Its perimeter we calculate 10 plus 10 plus 10 plus 10 is equal to 40. In other words, we have to multiply 10 into 4 is equal to 40. 40 is the answer of this perimeter made by Asha. ചുറ്റളവ് കണ്ടെത്താം. താഴെ കൊടുത്ത രൂപങ്ങളുടെ ചുറ്റളവ് കണ്ടെത്തുക. ഈ രൂപങ്ങൾക്ക് ചുറ്റും അതിൻ്റെ ഓരോ വശങ്ങളുടെയും സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഓരോ രൂപങ്ങളുടെയും ആകെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആദ്യം കൊടുത്തിട്ടുള്ളത് സമചതുരമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും ഒരേപോലുള്ളതാണ്. അപ്പോൾ 3 + 3 ഇസ് ഈക്വൽ ടു 12, അല്ലെങ്കിൽ 3 × 4 ചെയ്താലും നമുക്ക് 12 കിട്ടും. അടുത്തത് ത്രികോണമാണ്. ത്രികോണത്തിന് 2 വശങ്ങൾ 4 സെൻറ്റിമീറ്ററും ഒരു വശം 5 സെൻറ്റിമീറ്ററുമാണ്. അത് കൂട്ടുമ്പോൾ 13 കിട്ടും. അടുത്തത് സമചതുരമാണ്. സമചതുരത്തിന് 3 + 8 + 3 + 8 ചെയ്യുമ്പോൾ 22 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ആകെ ചുറ്റളവ്. തൊട്ടടിയിലായി കൊടുത്തിരിക്കുന്നതും ചതുരമാണ്. അതിൻ്റെ ആകെ ചുറ്റളവ് 16 സെൻറ്റിമീറ്ററാണ്.